നമ്മുടെ സ്റ്റെയറിന്റെ ലാൻഡിങ് സ്പേസ് ഒരു പർട്ടിക്കുലർ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഏകദേശം ഒരു 1.8 അല്ലെങ്കിൽ ഒരു 2 മീറ്ററിൻ്റെ അത്രയും വിഡ്ത്തുണ്ട് ഈ ലാൻഡിങ്ങിന്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന സ്ഥലത്തായിട്ട് ഇവിടെ ഒക്കെ നമുക്കൊരു ഇൻഫോർമൽ സീറ്റിംഗ് ഒക്കെ ആവാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വൈകിട്ട് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ രസമായിരിക്കും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബെഡൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഉച്ചമയക്കം ഒക്കെ വേണമെങ്കിൽ ആവാം. ഇത് ആക്ച്വലി നമ്മൾ വീട് ഫസ്റ്റത്തെ പ്ലാനൊക്കെ വരയ്ക്കാൻ നേരത്ത് ഈ വിൻഡോ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു ബേ വിൻഡോ സ്പേസ് നമ്മൾ ആദ്യം മൈൻഡിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ടൈമിൽ നമ്മൾ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ഇൻസൈഡിലേക്ക് ആക്കിക്കൂടാ എന്നുള്ള രീതിക്കാണ് ഇതിങ്ങനെ. പിന്നെ ചെറിയ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ലൈക്ക് ഈ 2 സൈഡിലും നമ്മൾ കുറച്ച് വോൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ ഇവിടെ ഉണ്ടായിരുന്ന വിൻഡോ നമ്മൾ പുറത്തേക്ക് പൊസിഷൻ ചെയ്ത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് സ്പേസ് നമുക്ക് കിട്ടി. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇൻഫോർമൽ സീറ്റിംഗ് ആയി. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫേസ് ചെയ്തിരിക്കാം. ഇവിടെ കുറച്ച് പേർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്ന് കുറേ വർത്തമാനങ്ങളൊക്കെ പറയാം. അങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇരുന്ന് സ്റ്റോറി ഷെയറിങ്ങിനൊക്കെ പറ്റിയ സ്പേസ് ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ 2nd ഫ്ലോർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു പോഡിയം കൈൻഡ് ഓഫ് ഒരു സ്പേസും കൂടിയാണ്. അങ്ങനെ ഒരു പോഡിയത്തിൽ നിന്നിട്ട് തന്നെ നമുക്ക് ടെറസിലേക്കൊക്കെ ഇറങ്ങി നിന്ന് ഒരു ടീ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സ്പേസ് ആണിത്. ഈ ഒരു ടെറസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള. ഇവിടെ നിന്ന് കഴിഞ്ഞാലും നമ്മൾക്കിപ്പോൾ താഴെ നേരത്തെ പറഞ്ഞതുപോലത്തെ അവിടെ ലാൻഡിങ് ഒരു എക്സ്റ്റെൻഡഡ് ആയതുകൊണ്ട് അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമുക്ക് വ്യൂ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോർ ലിവിങ്ങും കാണാം. അങ്ങനെ വീടിൻ്റെ അത്യാവശ്യം എല്ലാ സ്പേസും കാണാവുന്ന പോലത്തെ ഒരു സ്പേസ് ആണ് ഇത് വരുന്നത്.